ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഞാൻ ധന്യ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നെ സംബന്ധിച്ചും പൊന്നേട്ടനെ സംബന്ധിച്ചും ഒക്കെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഋത്തൂസിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്, ബർത്ത്ഡേ വ്ളോഗാണ് ഇന്ന്. ഇന്നല്ല വീഡിയോ വരുന്ന ദിവസമല്ല അവൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു. അപ്പം വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായേ. അപ്പോൾ 7 വയസ്സായി ഋത്തൂസിന്. 7 വയസ്സായി പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാനേ പറ്റണില്ല കേട്ടോ. നമ്മുടെ അമ്മമാരുടെ ഒരു പ്രത്യേകതയായിരിക്കും മക്കളെ അത്ര വലിപ്പം വെച്ച് പ്രായം കൂടിയാലും മക്കളെന്നും നമുക്ക് കുഞ്ഞു മക്കൾ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ 7 വയസ്സ് പറഞ്ഞാൽ വലിയ കുട്ടിയായി നിന്നല്ല കേട്ടോ. അവനെപ്പോഴും എനിക്ക് കുഞ്ഞുകുട്ടി തന്നെയാണ്, കുഞ്ഞുകുട്ടി തന്നെ ആണല്ലോ. അപ്പോൾ അങ്ങനെ അപ്പം ആ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കിട്ടുന്നത്. ഭയങ്കര സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഭയങ്കര വലുതായിട്ടുള്ള സെലിബ്രേഷൻസ് ഒന്നല്ല കേട്ടോ, കുഞ്ഞൊരു സെലിബ്രേഷൻ വീഡിയോ. ഞങ്ങൾ ഫാമിലി വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഒരു കുഞ്ഞു സെലിബ്രേഷൻ വീഡിയോ. അപ്പം അധികം പറഞ്ഞ് ഞാൻ മുഷിപ്പിക്കണില്ല. അപ്പം വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നിങ്ങൾക്ക് വാക്കുകൾ കാണിച്ചു തരാം കേട്ടോ. വാക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കടലുണ്ടി വാത്സവം എന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ വീട് കടലുണ്ടി, മണ്ണൂർ കടലുണ്ടി കേട്ടോ. ആ ഭാഗത്തുനിന്ന് കല്യാണം കഴിച്ചു കൊണ്ടായ പെൺകുട്ടികളെ വീട്ടിലേക്കൊക്കെ ഈ വാത്സവത്തിൻ്റെ സമയത്ത് വാക്കുകൾ കൊണ്ടുവരും. അതാണ് ഈ വാഴക്കൊലയും മിഠായിപ്പെട്ടി, അവല് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരും. അപ്പം എന്തായാലും ഋത്തൂസിൻ്റെ ബർത്ത്ഡേക്ക് ഇവർ വരുന്നുണ്ട്. ബർത്ത്ഡേ വാത്സവത്തിൻ്റെ 2 ദിവസം മുന്നേ ആയിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഇവർ ഈ സാധനങ്ങളൊക്കെ കൊണ്ട് വിരുന്നും വന്നതാണ്. അപ്പം അമ്മ ഇവിടെ നെയ്ച്ചോറുണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. ചിക്കൻ കടായി ഞാനും ഏട്ടനും കൂടെ ഉണ്ടാക്കി വെച്ചതാട്ടോ. ഞങ്ങൾക്ക് ഇന്നൊരു വിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വിരുന്നിന് പോകാനുള്ളതുകൊണ്ട് തന്നെ ഞാനും ഏട്ടൻ ജോലിക്ക് പോകുന്നതിന് മുന്നേ തന്നെ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വന്നിട്ട് പിന്നെ നേരം ഉണ്ടാവില്ലല്ലോ. പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാനുണ്ട്, പായസം ഉണ്ടാക്കാനുണ്ട്. നെയ്ച്ചോറാണെങ്കിൽ അമ്മ ഉണ്ടാക്കുന്നുണ്ട്, പായസം പിന്നെ ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു. ഏട്ടനാണെങ്കിൽ ജോലി കഴിഞ്ഞ് ഇപ്പോൾ വന്നേ ഉള്ളൂ കേട്ടോ. അമ്മ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അമ്മ പിന്നെ ഓരോ പണികളിലേക്ക് അങ്ങനെ കടന്നു. പിന്നെ സുനിത, അഭിഷ്ണ മക്കളെല്ലാവരും വന്നേ. പിന്നെ ഓരോ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണ്. പിന്നെ ഋത്തൂസിനെ ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ മാറ്റി റെഡിയാക്കി നിർത്തി. ഇത് കുട്ടാപ്പ് വാങ്ങിച്ചു കൊടുത്തതാട്ടോ ഈ ഡ്രസ്സ്. അങ്ങനെ എന്തായാലും അതൊക്കെ നല്ല രസം ഉണ്ടാവാൻ ഇട്ടിട്ട്. പിന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ പിന്നെ ഏട്ടന് ഇവൻ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ സാധനങ്ങളൊക്കെ വെച്ച് അങ്ങോട്ട് സെറ്റ് ചെയ്ത്. അപ്പോഴേക്ക് നെയ്ച്ചോറും ചിക്കൻ കടായിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടാപ്പ് അതിൻ്റെ ഇടയ്ക്ക് അത് വന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ടേസ്റ്റ് ഉണ്ടെന്ന് കേട്ടോ അവൻ പറഞ്ഞത്. പായസം റെഡി ആയിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കിയതാണല്ലോ, അപ്പോൾ പിന്നെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ കേക്ക് കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. ബബിൾസ് മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഓണാക്കി പിള്ളേർ കളിക്കുന്നുണ്ടേ. പിന്നെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങിനുള്ള ടൈമായി. കേക്ക് കട്ട് ചെയ്യാൻ ആളിവിടെ റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. ആരും വിളിക്കണമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ മോളൂസും മീയും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. കുട്ടിക്ക് ഇങ്ങനെ വലുതാവും തോറും സ്വഭാവത്തിനൊക്കെ ഇങ്ങനെ വ്യത്യാസം വന്നുകൊണ്ട് കേട്ടോ. ഞാൻ ബബിൾസ് മെഷീൻ സുനിതേൻ്റെ അടുത്ത് കൊടുത്ത്, ലൈറ്റ് ആണെങ്കിൽ ഞങ്ങൾ ആ ചുമരിൻ്റെ ആ ഭാഗത്തേക്ക് വെച്ചിട്ടില്ല കേട്ടോ. അപ്പം ലൈറ്റ് കുട്ടാപ്പിൻ്റെ അടുത്ത് കൊടുത്ത്, വീഡിയോ എടുക്കാൻ ഒരാളെടുത്ത് കൊടുത്ത്, അങ്ങനെ നിർത്തിയിട്ടാട്ടോ ഈ കേക്ക് കട്ട് ചെയ്യണത്. അപ്പോൾ ഋത്തൂസാണെങ്കിൽ കച്ചറ ഉണ്ടാക്കുക കേക്ക് കട്ട് ചെയ്യുമ്പോൾ റിനുമോളെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കേണ്ടെന്നും പറഞ്ഞിട്ട്. എൻ്റെ ബർത്ത്ഡേ അല്ലേ, റിനുമോളെ കൊണ്ട് ഇതിനെ കട്ട് ചെയ്യിപ്പിക്കണമെന്നാട്ടോ ചെക്കൻ ചോദിക്കണത്. അപ്പോൾ റിനുമോളെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കാണ്ട് അവൻ്റെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ റിനുമോൾ അവിടെ നിർത്തിയിട്ട് ഞങ്ങളൊന്നും കൂടെ കേക്ക് കട്ട് ചെയ്യിപ്പിച്ചതാട്ടോ. അമ്മ എൻ്റെ ബർത്ത്ഡേ അല്ല അമ്മേ എന്ന് കുട്ടി ഇങ്ങനെ ചോദിക്കണ്ട കേട്ടോ. അപ്പം എന്തായാലും അവളെ കൊണ്ടും അവിടെ നിർത്തിച്ച് കേക്കൊക്കെ കട്ട് ചെയ്യിപ്പിച്ച്. കേക്ക് ഒരു ഫുട്ബോളിൻ്റെ തീമാണ് കേട്ടോ. അഭിഷ്ണേൻ്റെ ഫ്രണ്ട് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ അവരെ കൊണ്ടാട്ടോ ഉണ്ടാക്കിപ്പിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഹോം മെയ്ഡ് കേക്കാണ്, പക്ഷെ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ പൊന്നൂൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഋത്തൂസിനും ഉണ്ടായിരുന്നു, റിനുമോക്കും ഉണ്ടായിരുന്നു. ഈ ബർത്ത്ഡേ എന്തായാലും ഋത്തൂസിന് ഭയങ്കര സ്പെഷ്യലാവട്ടോ. കാരണം അവന് വലിയൊരു സർപ്രൈസ് തന്നെ ഉണ്ട് കേട്ടോ. അവന് സൈക്കിളാട്ടോ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തത്. ഇവൻ്റെ സൈക്കിൾ കുറേ ആയി കേടായിട്ട് ഓരോ കുട്ടികളുടെ സൈക്കിൾ കാണുമ്പോൾ അമ്മ എനിക്കെന്താ സൈക്കിൾ വാങ്ങി തരാത്തതെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ സൈക്കിളും കിട്ടി, അവൻ ഹാപ്പിയായി. അത് കഴിഞ്ഞ് റിനുമോക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നേ, കുഞ്ഞി സൈക്കിള്. ഇനി ഇവർ രണ്ടാളും സൈക്കിളിന്മേൽ കയറാൻ അടി ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ അവളും ആകെ ഞെട്ടി, അവൾക്കും നല്ല ഇഷ്ടമായി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടികളിലേക്കൊക്കെ നോക്കിയിട്ടാ. കുട്ടി എന്തായാലും നല്ല ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട്. ഇവരെല്ലാവരും കൂടെ ഞങ്ങൾ താഴെ ഇരുത്തി ആദ്യം തന്നെ ഫുഡ് കൊടുത്തു കേട്ടോ. പിന്നെ അച്ഛനും കുട്ടാപ്പുണ്ട് ചോറൊക്കെ എടുത്ത് കൊലായിലേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് കഴിക്കണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പൊന്നേട്ടനും മോനേട്ടനും ഒക്കെ ചോറ് കൊടുത്തേ. പിന്നെ ഞാനും അഭിഷ്ണി, അമ്മയും സുനിതയും ഏട്ടൻ്റെ അമ്മയും എല്ലാവരും കൂടെ ഇരുന്ന് ചോറ് കഴിക്കാം കേട്ടോ.
ചോറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ചിക്കൻ കടായി ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു റെഡ് കളർ കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾ കാശ്മീരി മുളക് പൊടി വാങ്ങിക്കാൻ വിട്ടുപോയി. പിന്നെ വാങ്ങിച്ച് കൂട്ടിയപ്പോഴും ആ ഒരു റെഡ് കളർ കിട്ടില്ല. അത് ഉണ്ടാക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ചേർക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റായി. പരിപാടിയൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. അങ്ങനെ പിന്നെ വേഗം തന്നെ ഓരോരുത്തരായിട്ട് പോകാൻ ഇറങ്ങിയിട്ടോ. പൊന്നും അമ്മയും കുറേ പണികളൊക്കെ തീർത്ത് തന്നിട്ടാട്ടോ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഈ ബർത്ത്ഡേയും നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം, നല്ല കമൻറ്റൊക്കെ പറയണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.